സ്ക്രൂ ലൂസ് ആകുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ക്രബ്ബറിൻ്റെ ഒരു കമ്പി അതിനകത്ത് ചുറ്റിയിട്ടോ അതല്ലെങ്കിൽ ടൂടെക്സ് ഉണ്ടെങ്കിൽ ആ സ്ക്രൂയിൽ ഒന്ന് തേച്ചിട്ട് ഇതേപോലെ മുറുക്കിയിടുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പം ഇതേപോലെ ഏത് പാന് ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം കമ്പി ചുറ്റിയോ അതല്ലെങ്കിൽ ടൂടെക്സ് എന്തെങ്കിലും തേച്ചിട്ട് ഇതേപോലെ ഒന്ന് മുറുക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുറുകിയിരിക്കും. അതേപോലെ വുഡിൻ്റെയൊക്കെ ഇതേപോലെ തവ ചട്ടുകം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് എണ്ണ തടയി വെക്കുകയാണെങ്കിൽ പൂത്ത് പോകത്തില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുകയാണെങ്കിൽ പൂപ്പലൊക്കെ പിടിച്ച് കിടക്കും അല്ലേ. അപ്പം വെയിലത്ത് വെച്ച് തേച്ച് കഴിഞ്ഞ ശേഷം ഇതേപോലെ എണ്ണ തടവിയിട്ട് വെച്ചാൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ എണ്ണ കുപ്പിയിൽ എണ്ണ നിറച്ചതിന് ശേഷം പുറത്ത് പിടിച്ചാൽ നല്ല വിഴുവിഴുക്കായിരിക്കും അല്ലേ. അപ്പോൾ അത് മാറുന്നതിനായിട്ട് കുറച്ച് പൗഡർ ഒന്ന് കയ്യിലൊന്ന് കുടഞ്ഞതിന് ശേഷം നമ്മൾ എണ്ണയുടെ കുപ്പി ഇതേപോലെ ഒന്ന് പിടിക്കുകയാണെങ്കിൽ വഴുതി പോകത്തില്ല കേട്ടോ. അപ്പോൾ ആ എണ്ണയൊക്കെ വിഴുക്കൊക്കെ പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ എണ്ണ കുപ്പി പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ കുറച്ച് പൗഡർ കയ്യിലിട്ടതിന് ശേഷം ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പം പൊട്ടുന്ന കുപ്പിയാണെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിലും ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പച്ചരി അരി ഏത് അരിയാണെങ്കിലും നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഇതേപോലെ വൃത്തിയായ ഒരു ചിരട്ട ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അരി വണ്ടൊന്നും കയറത്തില്ല കേട്ടോ. അത്ര മാസങ്ങൾ വേണേലിരിക്കും. വണ്ടും പ്രാണികളോ ഒന്നും തന്നെ അതിൽ അരി എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. അതെല്ലാം നമുക്ക് ഇതേപോലെ ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് കോരിയെടുക്കാനും ഉപയോഗമാണ് കേട്ടോ. നല്ല ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കോരിയെടുക്കാനും ഉപകാരമാണ്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നുകളുണ്ടല്ലോ. അപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന ടിന്നിൽ നമുക്ക് എപ്പോഴും ഇതേപോലെ അഴുക്കാകാറുണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് വാസലിനൊന്ന് അടപ്പിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കുക. അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പം എത്ര അഴുക്ക് പിടിച്ച അതും നമുക്ക് പോയി കിട്ടും കേട്ടോ. അപ്പോൾ കുപ്പി എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പം ഉണ്ടോ എല്ലാ കുപ്പിയുടെ അടപ്പിലും നമ്മൾ സ്ഥിരം എടുക്കുന്ന അടപ്പ് പിടിക്കുന്നതല്ലേ, അപ്പം അഴുക്കാകാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് വാസലിൻ തൊട്ടതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുപ്പികളൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പം ഇതേപോലെ എത്ര ഇതേപോലത്തെ ടിന്നുകൾ എല്ലാം പൊട്ടുന്ന കുപ്പിയാണെങ്കിലും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണേ.